അങ്ങനെ കർണാടകത്തിൽ സിദ്ധരാമയ്യയുടെ യുഗം അവസാനിക്കുകയാണ്. DK ശിവകുമാറിന്റെ യുഗത്തിന് തുടക്കം കുറിക്കുകയാണ്. സിദ്ധരാമയ്യ മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്ന് മാറി DK ശിവകുമാർ കർണാടക മുഖ്യമന്ത്രി ആവുകയാണ്. ഡൽഹിയിൽ നടന്ന മണിക്കൂറുകൾ നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് സമ്പൂർണ്ണ സമവായത്തോടെ കർണാടകത്തിൽ നേതൃമാറ്റം ഉണ്ടാകുന്നത്. ഇതിൻ്റെ വിവരങ്ങൾ എന്തൊക്കെയാണ്? ദേശീയ രാഷ്ട്രീയത്തിൽ എന്ത് പ്രതിഫലനമാണ് ഇത് ഉണ്ടാക്കുന്നത്? ഇക്കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. ചാനൽ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. 2023 കർണാടക അസംബ്ലി ഇലക്ഷന് ശേഷം മുഖ്യമന്ത്രി സ്ഥാനത്തിനു വേണ്ടി സിദ്ധരാമയ്യയും DK ശിവകുമാറും തമ്മിൽ വലിയ മത്സരമായിരുന്നു. അവസാനം കർണാടകത്തിലെ ഭൂരിഭാഗം ജനങ്ങളുടെയും ബഹുഭൂരിപക്ഷം MLA-മാരുടെയും പിന്തുണ സിദ്ധരാമയ്യക്കാണെന്ന് കണ്ട് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കുകയായിരുന്നു. അതുതന്നെയാണ് കേരളത്തിലും സംഭവിച്ചത്. കേരളത്തിൽ MLA-മാരുടെ പിന്തുണ KC വേണുഗോപാലിന് ആയിരുന്നെങ്കിലും ബഹുഭൂരിപക്ഷം ജനങ്ങളും VD സതീശൻ മുഖ്യമന്ത്രിയാവണമെന്നാണ് ആഗ്രഹിച്ചത്. അതേ കാരണത്താലാണ് ഹൈക്കമാൻഡിൽ വലിയ പിടിയുണ്ടായിരുന്നിട്ടും VD സതീശനെ തന്നെ മുഖ്യമന്ത്രിയാക്കുന്നത്. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം രാഹുൽ ഗാന്ധി പൂർണ്ണ ആക്ഷൻ മോഡിലാണ്. തമിഴ്നാട്ടിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായ വിജയുടെ പാർട്ടിക്ക് പിന്തുണ നൽകുകയും അവർക്ക് ഭൂരിപക്ഷം ഉറപ്പിക്കുകയും ചെയ്തത് രാഹുൽ ഗാന്ധിയുടെയും മല്ലികാർജുൻ ഖാർഗെയുടെയും കോൺഗ്രസ് ഡേറ്റ അനാലിസിസ് വിഭാഗം മേധാവി പ്രവീൺ ചക്രവർത്തിയുടെയും തന്ത്രപരമായ നീക്കങ്ങളായിരുന്നു. കഴിഞ്ഞ ദിവസം കോൺഗ്രസ് ഹൈക്കമാൻഡ് സിദ്ധരാമയ്യയെയും DK ശിവകുമാറിനെയും മറ്റ് കർണാടകത്തിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് MLA-മാരെയും ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തി 4 മണിക്കൂർ നീണ്ട ചർച്ച നടത്തി. ആ ചർച്ചകൾക്ക് ശേഷം പുറത്തുവന്ന KC വേണുഗോപാലിനെയും സിദ്ധരാമയ്യയെയും DK ശിവകുമാറിനെയും മാധ്യമങ്ങൾ ചോദ്യം കൊണ്ട് വളയുന്ന രംഗങ്ങളാണ് ഇത്. എന്താണ് തീരുമാനമുണ്ടായത് എന്നാണ് അവർ ചോദിക്കുന്നത്. അവിടെ കൂടിയ മാധ്യമങ്ങളോട് എന്താണ് ചർച്ച ചെയ്തത് എന്ന് KC വേണുഗോപാൽ വിശദീകരിക്കുന്നതാണ് ഇത്. Today we had a detailed meeting with Honorable Congress President Mallikarjuna Kharge ji and LOP Rahul Gandhi ji. Of course, CM Siddaramaiah ji, Deputy CM DK Shivakumar ji and General Secretary in charge of Karnataka and myself be part of the discussion. Today entire discussion is only concentrated on coming Rajya Sabha elections and council elections of Karnataka. Whatever speculation you people are doing, that is only speculation, no reality at all. Today we discussed about the Rajya Sabha seats and the council seats of Karnataka. The candidates of Rajya Sabha and council seats of Karnataka will be announced along with the other seats like Chhattisgarh, like Madhya Pradesh and Rajasthan and Jharkhand, like the states. That's all. This is what we have decided today, nothing else discussed today. KC പറഞ്ഞത് രാജ്യസഭാ സീറ്റുകളെക്കുറിച്ചും കർണാടകത്തിലെ കൗൺസിൽ സീറ്റുകളെക്കുറിച്ചും മാത്രമാണ് ചർച്ച നടത്തിയത്. മറ്റൊന്നിനെക്കുറിച്ചും ചർച്ച നടത്തിയില്ല. ബാക്കിയുള്ളതെല്ലാം വെറും ഊഹാപോഹങ്ങളാണ് എന്നാണെങ്കിലും യഥാർത്ഥ ചർച്ച നടന്നത് സിദ്ധരാമയ്യ തൻ്റെ പ്രവൃത്തി കേന്ദ്രം ഡൽഹിയിലേക്ക് മാറ്റുന്നതിനെക്കുറിച്ചായിരുന്നു. അതായത് രാജ്യസഭാ സീറ്റിനെക്കുറിച്ച് ചർച്ച നടന്നു എന്ന് പറയുമ്പോഴും യഥാർത്ഥ ചർച്ച നടന്നത് സിദ്ധരാമയ്യയെ രാജ്യസഭയിലേക്ക് വിടുന്നതിനെക്കുറിച്ചായിരുന്നു. താൻ മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്ന് മാറാം, പക്ഷേ സംസ്ഥാനത്ത് തുടരണമെന്നാണ് ആഗ്രഹം എന്ന് സിദ്ധരാമയ്യ അറിയിച്ചു. ഹൈക്കമാൻഡ് അവസാനം അതിന് സമ്മതിച്ചു. അപ്പോൾ തന്നെ കൃത്യമായി വിവരം ലഭിച്ചിരുന്നു. 28-ാം തീയതി സിദ്ധരാമയ്യ രാജിവെക്കുമെന്നും DK ശിവകുമാർ കർണാടക മുഖ്യമന്ത്രിയാവും എന്നും. ഡൽഹിയിലെ ചർച്ചകൾക്ക് ശേഷം ബാംഗ്ലൂർ വിമാനത്താവളത്തിൽ എത്തിയ DK ശിവകുമാറിനെ അനുയായികൾ സ്വീകരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇത്. കേരളത്തിലുള്ള കോൺഗ്രസുകാർക്ക് എല്ലാം DK ശിവകുമാർ മുഖ്യമന്ത്രിയാവണം എന്നായിരുന്നു 2023 മുതൽ ഉള്ള ആഗ്രഹം. എന്നാൽ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ കർണാടകത്തിൽ ജനപിന്തുണ ഏറ്റവും കൂടുതലുള്ളത്, അല്ലെങ്കിൽ ഏറ്റവും ജനപിന്തുണയുള്ളയാൾ, ജനങ്ങളെ ആവേശം കൊള്ളിക്കുന്ന നേതാവ് മറ്റാരുമല്ല സിദ്ധരാമയ്യ തന്നെയാണ്. കർണാടകത്തിലുള്ള ഏത് കോൺഗ്രസുകാരനോട് ചോദിച്ചാലും സിദ്ധരാമയ്യയാണ് മുഖ്യമന്ത്രി ആവേണ്ടത് എന്ന് തന്നെയാണ് പറയുക. കേരളത്തിലേതിൽ നിന്ന് വിപരീതമായി MLA-മാരുടെ പിന്തുണയും സിദ്ധരാമയ്യയ്ക്കാണ് കൂടുതലുള്ളത്. എന്നാൽ 2028 നടക്കുന്ന കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ വീണ്ടും അധികാരത്തിൽ എത്തിക്കണമെങ്കിൽ DK ശിവകുമാറിന്റെ തന്ത്രങ്ങൾ വളരെ ആവശ്യമാണ് എന്ന്
ഹൈക്കമാൻഡ് വ്യക്തമായി മനസ്സിലാക്കി. അതിനാലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് 2 വർഷം ബാക്കിയുള്ളപ്പോൾ DK ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് താൻ രാജിവെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സിദ്ധരാമയ്യ എക്സിൽ കുറിച്ചതാണ് ഇത്. ഞാൻ ഇന്ന് രാജ്ഭവനിൽ പോയി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുന്നതിനു വേണ്ടി രാജിക്കത്ത് നൽകി. അതുപോലെ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും തനിക്ക് ഈ അവസരം നൽകിയതിൽ അവർക്ക് നന്ദി അറിയിക്കുന്നു എന്നും ഇതിൽ കുറിച്ചിരിക്കുന്നു. അതിനുശേഷം DK ശിവകുമാറിനൊപ്പം ಮಾಧ್ಯಮಪ್ರವರ್ತಕರೇ അദ്ദേഹം ഇവിടെ ಅಭಿಸಂಬೋಧನೆ ചെയ്യുകയാണ്. ಈಗ ಹೈಕಮಾಂಡ್ ಅವರು ನನಗೆ ರಾಜ್ಯಸಭಾಕ್ಕೆ ಹೋಗಿ ಅಂತ ಹೇಳಿದ್ರು. ರಾಜ್ಯಸಭಾಕ್ಕೆ ಹೋಗಿ ಅಂತ ಹೇಳಿದ್ರು. ನಾನು ಬಹಳ ವಿನಮ್ರವಾಗಿ ಆಗಲ್ಲ ಅಂತ ಹೇಳಿದೆ. ನಾನು ರಾಷ್ಟ್ರ ರಾಜಕಾರಣದಲ್ಲಿ ನನಗೆ ಆಸಕ್ತಿ ಇಲ್ಲ, ರಾಜ್ಯ ರಾಜಕಾರಣದಲ್ಲೇ ಇರ್ತೀನಿ ಅಂತ ಹೇಳಿದ್ದೀನಿ. ನನಗೆ ಇನ್ನ ಜನ ಆಯ್ಕೆ ಮಾಡಿರೋದು ನನಗೆ 5 ವರ್ಷಕ್ಕೆ ಇನ್ನ 2 ವರ್ಷ ಇದೆ. ಅಲ್ಲಿವರೆಗೆ ಕರ್ನಾಟಕದ ಜನಗಳ ಪರವಾಗಿ ಮತ್ತು ನಮ್ಮ ಕ್ಷೇತ್ರದ ಜನಗಳ ಪರವಾಗಿ ನಾನು ಈಗಾಗಲೇ ಹೇಳಿದ್ದೀನಿ, ಐ ವಿಲ್ ಕಂಟಿನ್ಯೂ ಇನ್ ಆಕ್ಟಿವ್ ಪಾಲಿಟಿಕ್ಸ್. ನಾನು ಕೋಮು ಶಕ್ತಿಗಳ ವಿರುದ್ಧ ಹೋರಾಟ ಮಾಡ್ತೀನಿ ಅಂತ ಹೇಳಿದ್ದೀನಿ. അദ്ദേഹം പറഞ്ഞത് ഹൈക്കമാൻഡ് തന്നോട് രാജ്യസഭയിലേക്ക് പോകണം എന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു. ഞാനത് വളരെ വിനയത്തോടെ നിരസിച്ചു. എനിക്ക് ദേശീയ രാഷ്ട്രീയത്തിൽ താല്പര്യമില്ല, സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിൽക്കുന്നതിനാണ് താല്പര്യപ്പെടുന്നത്. ജനങ്ങൾ എന്നെ 5 വർഷത്തേക്കാണ് തെരഞ്ഞെടുത്തത്. അതിൽ ഇനിയും 2 വർഷം കൂടി ബാക്കിയുണ്ട്. അതുവരെ കർണാടകത്തിലെ ജനങ്ങളെ പ്രതിയും എൻ്റെ മണ്ഡലത്തിലെ ജനങ്ങളെ പ്രതിയും ഞാൻ സംസ്ഥാനത്ത് തന്നെ തുടരും. ഞാൻ സജീവ രാഷ്ട്രീയത്തിൽ തുടരും. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ വർഗീയ ശക്തികൾക്കെതിരെ പൊരുതുന്നത് തുടരും. അതായത് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം മാത്രമേ രാജിവെച്ചിട്ടുള്ളൂ. അടുത്ത 2 വർഷം കൂടി സംസ്ഥാനത്ത് MLA ആയി തുടരും. ആദ്യം കേട്ടിരുന്ന വാർത്തകൾ അദ്ദേഹം രാജ്യസഭയിലേക്ക് പോകുമെന്ന് ആയിരുന്നു എങ്കിലും സംസ്ഥാനത്ത് തന്നെ തുടരും എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇതോടൊപ്പം തന്നെ വലിയ നീക്കങ്ങളാണ് ആന്ധ്രാപ്രദേശിൽ കോൺഗ്രസ് നടത്തുന്നത്. വിജയിയുടെ മധ്യസ്ഥതയിൽ ജഗൻമോഹൻ റെഡ്ഡിയുടെ YSRCPയെ കോൺഗ്രസിൽ ലയിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ജഗന്റെ സഹോദരിയും ആന്ധ്രാപ്രദേശ് കോൺഗ്രസ് അധ്യക്ഷയുമായ YS ശർമിളയെ രാജ്യസഭയിലേക്ക് അയക്കും എന്നാണ് സോഴ്സസുകളിൽ നിന്ന് എനിക്ക് ലഭിക്കുന്ന വിവരം. ജഗൻ കോൺഗ്രസിൽ ലയിക്കാൻ താല്പര്യപ്പെടുന്നില്ലെങ്കിൽ കോൺഗ്രസും ജഗന്റെ പാർട്ടിയും തമ്മിൽ സഖ്യമുണ്ടാവും എന്നാണ് ലഭിക്കുന്ന സൂചന. അതുപോലെ തന്നെ രാജസ്ഥാനിൽ സച്ചിൻ പൈലറ്റിന് കൂടുതൽ ഉത്തരവാദിത്വം നൽകി മുൻപിലേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ കോൺഗ്രസിനെ എല്ലാ സംസ്ഥാനങ്ങളിലും പുനരുജ്ജീവിപ്പിക്കാനുള്ള വലിയ തിരക്കിട്ട നീക്കങ്ങളാണ് രാഹുൽ ഗാന്ധി നടത്തുന്നത്. കർണാടകത്തിലെ DK ശിവകുമാറിന്റെ സത്യപ്രതിജ്ഞ 2 ദിവസങ്ങൾക്കുള്ളിൽ ഉണ്ടാവും. കർണാടകത്തിൽ സിദ്ധരാമയ്യ മാറി DK ശിവകുമാർ മുഖ്യമന്ത്രിയാകുന്നത് കോൺഗ്രസിന് ഗുണകരമാവുമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം?